നമസ്കാരം. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഷെറ്റ്. ഭാരത് ചന്ദ്രൻ IPSനെ വീണ്ടും ലൈവായിട്ട് കാണാൻ പറ്റി. റിലീസ് ഒന്നുമല്ല കേട്ടോ. രാജ്യസഭയിൽ പൊട്ടാസണന്റെ വിവരക്കേടുകൾ സഹിക്കാതെ ആയപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഏട്ടൻ രാജ്യസഭയാണെന്നൊന്നും പിന്നെ നോക്കിയില്ല. അങ്ങ് മലയാളത്തിൽ തന്നെ പുല്ലേ എന്ന് വിളിക്കുന്നത് പോലെ ഡയലോഗ് ആയിരുന്നു. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now he needs to be reminded in the form of being taught some lesson. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാ മതി. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Chief Minister of Kerala have the guts to have. What is wrong? What is wrong with the language? Sir, Let him complete. They should have the guts to let these two films be screened again. ബ്രിട്ടു, കുറച്ച് വെള്ളം വേണോ? ഇത്രയും കേട്ടതല്ലേ. ഇതുകൊണ്ടൊന്നും ബ്രിട്ടു തളരൂല. അതിന്റെ ഇടയിൽ ബ്രിട്ടാസണ്ണൻ സുരേഷ് ഏട്ടനിട്ടൊരു വെപ്പ് കൂടെ വെച്ചു. നിയമം എടുത്തതുപോലെ ഞങ്ങൾ തൃശ്ശൂരും അങ്ങ് എടുക്കൂന്ന്. ചെന്ന് കയറിക്കൊടു, കിട്ടണേ കൊണ്ട് വാ. ഇതുപോലൊരു അഭിനയ കുലപതിച്ചി തൃശ്ശൂർ കിട്ടൂലെന്ന് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഈ തൃശ്ശൂർ വേണം, ഈ തൃശ്ശൂർ തരണം, തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക. നമ്മള് തൃശ്ശൂര് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കൂല. ഞാൻ മേക്കപ്പ് ഇടൂല, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മികച്ച അഭിനയം കാരണം അവസരം കുറഞ്ഞപ്പോ തുണിയും ഇല്ല, മേക്കപ്പും വേണം. അഭിനയത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. എല്ലാം ഒരേ ഭാവം. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒരേ ഭാവം. നമുക്ക് തിരിച്ച് രാജ്യസഭയിലോട്ട് വരാം. അപ്പോൾ പ്രശ്നം വഖഫാണ്. മുനമ്പത്തെ ക്രൈസ്തവരെ സുരേഷ് ഏട്ടൻ നെഞ്ചോട് ചേർത്തത് ബ്രിട്ടാസ് എന്ന ബ്രൂട്ടസിന് പിടിച്ചിട്ടില്ല. കേരളത്തിലെ കാര്യം പറയാതെ അങ്ങേര് ഓടിച്ചെന്ന് മണിപ്പൂരിലേക്ക് കിടന്ന് പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോ മുനമ്പം മണിപ്പൂരിലാണെന്ന് വിചാരിച്ചോ എന്തോ അറിയാൻ വയ്യ. കേരളത്തിലെ കാര്യം പറഞ്ഞപ്പോൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയെന്ന്. എന്റെ ബ്രിട്ടാസ് അണ്ണാ, എന്തൊരു ബുദ്ധി നിങ്ങൾക്ക്, ബുദ്ധി കൂടുതലല്ലേ. എന്നിട്ടൊരു വാചകം, മുനമ്പത്തെ ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നും. അത് ശരിയാ, അവർക്ക് എല്ലാം അറിയാം. അടുത്തത് ചെകുത്താൻ വിവാദം. സോറി എമ്പുരാൻ വിവാദം. എമ്പുരാന് വേണ്ടി ബ്രിട്ടാസ് അണ്ണൻ ഘോരം പ്രസംഗിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ പ്രസംഗിച്ചത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനും TP 51നും വേണ്ടിയാണ്. ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. അതെ, ഞാൻ കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. കമ്മികൾ അവരുടെ ഇഷ്ടത്തിന് TP ഒക്കെ മുക്കി. എന്നിട്ട് എമ്പുരാൻ വന്നപ്പോഴോ ആവിഷ്കാര സ്വാതന്ത്ര്യം കീ ജയ്, അഭിപ്രായ സ്വാതന്ത്ര്യം കീ ജയ്, എന്ത് പറഞ്ഞാലും കീ ജയ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഒരാള് സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി കൊഞ്ഞണം കുത്തരുത്. പാവപ്പെട്ട ആ സ്പീക്കർ തന്നെ ബ്രിട്ടാസ് അണ്ണനോട് ചോദിച്ചു, ഹു ആർ യു? ബ്രിട്ടാസ് പ്ലിങ്. എന്റെ പൊന്ന് ബ്രിട്ടാസെ, മുനമ്പത്തുള്ളവര് നിങ്ങളെ കണ്ടാൽ അവര് പറയും, യു ടു ബ്രൂട്ടാസ് കളർ യു. എന്തൊക്കെയായാലും സ്വന്തം ജനങ്ങളെ ചതിച്ച ബ്രൂട്ടസിന് സുരേഷ് ഏട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.
ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.